ആ ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആയിട്ട് വന്നിട്ട് വർക്ക് തുടങ്ങിക്കോളൂ. ശരി മാഡം. അറിയാലോ, ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം നോക്കി തീർക്കണം. അതുകൊണ്ട് പുറത്തിറങ്ങാതെ മുഴുവനും ചെയ്ത് തീർത്ത ശേഷം നീ ഉറങ്ങിക്കോ. ശരി മാഡം. ആ എന്നാ പിന്നെ തുടങ്ങിക്കോ. മാഡം, ഈ വർക്ക് ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം. ഔട്ട് ഹൗസിൽ അമ്മ ഒറ്റയ്ക്കാ. ഈ ഫയലെല്ലാം ഞാൻ എടുത്ത് ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി ചെയ്തോളാം. അത് പറ്റില്ല. ഈ വീട്ടിലിരുന്ന് തന്നെ ചെയ്യണം. എന്തെങ്കിലും കാരണത്താൽ ഒരു ഫയലും മിസ്സായാൽ അതോടെ എല്ലാം തീർന്നു. അതുമാത്രമല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ഫയലും ചെക്ക് ചെയ്യാനുള്ളതാ. ശരി മാഡം, എങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്തോളാം. ഗുഡ്. ആ ചിന്നു, താഴെ തെക്കുഭാഗത്തുള്ള ആ മുറിയിൽ ഇരുന്നോളൂ. അവിടെ ആകുമ്പോ നിന്നെ ആരും ശല്യം ചെയ്യാൻ വരില്ല. അമ്മ അവിടെ ചന്ദ്രലേഖ ഉണ്ടല്ലോ കൂട്ടിന്. ആ പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് നിന്നോട് പറയാൻ ഞാൻ ചന്ദ്രലേഖയെ ഏർപ്പാട് ചെയ്തോളാം. ആ ശരി, നീ ആ റൂമിലേക്ക് പോയിക്കോളൂ. ശരി മാഡം. ചിന്നു, നീ തീർന്നടി. നിന്റെ അവസാന രാത്രിയായി ഇന്ന്. നാളത്തെ സൂര്യോദയം നീ കാണില്ല. ചിന്നുവിനെ എന്തിനാ രമ വിളിപ്പിച്ചത്? അത് വേറൊന്നുമല്ല, മാഡത്തിനെന്തോ ചില ഫയലുകളൊക്കെ നോക്കാനുണ്ടെന്ന്. അത് ഞാൻ കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കാൻ പറയാനാ. ഫയലുകൾ നോക്കാൻ ഇയാള് സഹായിക്കാനോ? ചന്ദ്രാമേ, ഇതൊന്നുമല്ല. ഇയാള് വെറുതെ കള്ളം പറയുന്നതാ. പിന്നെ ഫയലുകൾ നോക്കാൻ പറ്റിയൊരു ചളുക്കേ. അതെ, ഇന്ന് ഔട്ട് ഹൗസിലേക്ക് പോവാതെ ഇവിടെ നിന്ന് നോക്കാനാ പറഞ്ഞത്. ഇന്ന് തന്നോട് ഔട്ട് ഹൗസിൽ പോണ്ട, ഇവിടെ നിൽക്കാൻ പറഞ്ഞോ? ചന്ദ്രമ്മേ, ഞാൻ പോയി അമ്മയോട് പറഞ്ഞിട്ട് വരാം. മഞ്ഞുള്ളാതെ കേറി വാ. അച്ഛൻ വിട്ടോ. हम तुम एक कमरे में बंद हो. അമ്മേ, അവിടെ പണി തീർന്നിട്ടില്ല. എനിക്ക് തിരിച്ചു പോണം. രമ മാഡം എന്നെ കുറച്ച് ജോലി കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. അയ്യോ, അമ്മയും കൂടി സഹായിക്കാൻ വരാന്നോ? അമ്മേ, ഇത് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന അടുക്കള ജോലികളൊന്നും അല്ല. അമ്മയ്ക്ക് ഗുളിക എടുത്തു തരാനാ ഞാൻ വന്നത്. രമ മാഡം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതേ ഓഫീസിലെ കുറച്ച് വർക്കുകൾ ചെയ്യാനാ. ഇപ്പൊ ചെയ്തു തുടങ്ങിയാലേ നേരം വെളുക്കുമ്പോഴത്തേനും തീരൂ. അമ്മ പേടിക്കണ്ട, അമ്മയ്ക്ക് കൂട്ടായിട്ട് ചന്ദ്രമ്മ വരും. ഞാൻ അമ്മയ്ക്ക് അത്താഴം എടുക്കാം. അമ്മ അത്താഴം കഴിച്ചോ? എന്നാലേ ഗുളിക വന്നിട്ട് ഞാനങ്ങ് പോവാം.
പോയിട്ടേ ചന്ദ്രമ്മയെ പറഞ്ഞു വിടാം. ആ, സൂക്ഷിക്കാം. ആ ചിന്നു, ആ ഇതാണ് ഇന്നത്തേക്ക് നിന്റെ മുറി. ആ ഈ ഫയലൊക്കെ അവിടെ വെച്ചോളൂ. ആ ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആയിട്ട് വന്നിട്ട് വർക്ക് തുടങ്ങിക്കോളൂ. ശരി മാഡം. അറിയാലോ, ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം നോക്കി തീർക്കണം. അതുകൊണ്ട് പുറത്തിറങ്ങാതെ മുഴുവനും ചെയ്ത് തീർത്ത ശേഷം നീ ഉറങ്ങിക്കോ. ശരി മാഡം. ആ എന്നാ പിന്നെ തുടങ്ങിക്കോ. ആ ചിന്നു, ഡോറ് ലോക്ക് ചെയ്തോ. രമാമ്മയുടെ ഇപ്പൊ പോയതല്ലേ ഉള്ളൂ, പിന്നെ ആരായിരിക്കും?